കേച്ചു ഓക്കെ യേശു എവിടെയാ പോന്നേ? ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ കേശുവിൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നാണ് അംഗനവാടിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ഇന്നാണ് പ്രവേശനോത്സവം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒരുക്കിയും കണ്ട് ഇതാ കാവടി തുള്ളിയും കണ്ടാണ് അവൻ പോയത്. ഓനൊരു ടെൻഷനോ ഒരു സങ്കടമോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കേശു ഒറ്റയ്ക്കല്ല, ഞാനും ഓൻ്റെ പ്രിയപ്പെട്ട സൂര്യമോനും അപ്പപ്പയും എല്ലാവരും കൂടിയാണ് പോയത്. നമ്മൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഓട്ടോയിലാണ് പോയത്. അംഗനവാടി അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ അതാ നല്ല ഗ്രില്ലുകൊണ്ട് കൈവരിയൊക്കെ കെട്ടിയിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കേശുവിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. ഓനൊരു കുഴപ്പമില്ലാതെ ഓൻ്റെ ടാട്ടൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അംഗനവാടിയിലേക്ക് പോവുകയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അംഗനവാടി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കേശുവിനെ പോലത്തെ കുറേ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രസംഗങ്ങളും ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവേശനോത്സവത്തിന്റെ തുടക്കം അവിടെ അങ്ങ് കുറിച്ച്. ഞാൻ വിചാരിച്ചു കേശു കരയുന്നു കേട്ടോ. പക്ഷെ ആള് നല്ല വൈബ്, ഇനി അടിപൊളി, ഇതാ ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് ഇപ്പൊ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓൻ ഇരുന്നത്. പിന്നെ മുട്ടായിയോട് മുട്ടായി ആയിരുന്നു. അംഗനവാടിയിൽ നിന്ന് മുട്ടായി കിട്ടി, ഫ്രണ്ട്സിനോട് മുട്ടായി കിട്ടി. പിന്നെ അവർക്ക് ചെറിയൊരു പണി തന്ന് എന്നെ കൊണ്ട് കുറച്ച് സംസാരിപ്പിച്ച് അങ്ങനെ ഞാൻ കയ്യിൽ നിന്നിട്ട് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും കേശുവിന് ഇതാ വീണ്ടും മുട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിറകെയായിട്ട് ഇത് അടിപൊളി നല്ല പായസം കിട്ടി. കൂടെ പോയി ഞങ്ങൾക്കും കിട്ടി. കേശു എന്തായാലും നല്ല സന്തോഷത്തിലാണ്. പക്ഷെ കേശുവിനേക്കാളും സന്തോഷിച്ചത് ഞാനാണ്. കാരണം നല്ലൊരു അംഗനവാടി, നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. അതിൻ്റെ കൂടെ തന്നെ എന്നെ ഞെട്ടിച്ചത് ഇതാ നമ്മുടെ അംഗനവാടിയിൽ AC ഉണ്ട്. കുട്ടികൾ ചൂട് കാലത്ത് കഷ്ടപ്പെടേണ്ടെന്ന് ഓർത്തിട്ട് നല്ല അടിപൊളി AC കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇനി ഇതായിരുന്നു കേശുവിൻ്റെ അംഗനവാടിത്തെ ആദ്യത്തെ ദിവസം. ഇനി ബാക്കി ദിവസങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടറിയാം.